കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനെ അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ സ്മരണയാണോ നാം ഇന്ന് അയവിറക്കുന്നത്, ആ ധന്യാത്മാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പോയ ദിവസമായിരുന്നു ഉത്തമനായ ഗുരുദേവ ശിഷ്യൻ മൂർക്കോത്ത് കുമാരൻ അവറുകളുടെ ചരമ വാർഷിക ദിനം. 1941 ജൂൺ 25 അദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചത്. 1874 ജനിച്ച അദ്ദേഹത്തിന് അപ്പോൾ 67 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഏതാണ്ടൊരു അരോഗ ദൃഢഗാത്രനായിരുന്നു. ഗുരുദേവൻ ഒരിക്കൽ സൂചിപ്പിച്ചത് തെക്കുള്ള കുമാരനും വടക്കുള്ള കുമാരനും, ആ രണ്ട് കുമാരന്മാർ ബഹിച്ഛര പ്രാണന്മാരായിരുന്നു, ആത്മസുഹൃത്തുക്കളായിരുന്നു. തെക്കുള്ള കുമാരൻ മഹാകവി കുമാരനാശാനാണെന്ന് നമുക്കറിയാം. വടക്കുള്ളതാകട്ടെ മൂർക്കോത്ത് കുമാരൻ. ഇവർ തമ്മിലുള്ള ആ സുദൃഢ ബന്ധത്തെക്കുറിച്ചൊക്കെ പിന്നാലെ നമുക്ക് കാണാം. കുമാരനാശാനെ പോലെ തന്നെ ശരീര പരിപാലനത്തിൽ അദ്ദേഹം നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അഭ്യാസങ്ങൾ ചെയ്യുമായിരുന്നു. അന്നത്തെ നിലയ്ക്ക് ഈ ജിംനേഷ്യത്തിൽ പോകുമായിരുന്നു. കളരി എത്രമാത്രം ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ട് എന്നറിയുന്നില്ല. എങ്കിലും അതിൻ്റെ പല അടവുകളും അഭ്യാസങ്ങളും മക്കളെ പല സന്ദർഭങ്ങളിലും കാണിക്കുമായിരുന്നു. നീന്തൽ വശമുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലമായിരുന്നു തലശ്ശേരി. 1800 ക്രിക്കറ്റ് തലശ്ശേരിയിൽ ആരംഭിച്ചതിൻ്റെ ചരിത്രമൊക്കെ ചിലരെങ്കിലും ശ്രദ്ധിച്ചിരിക്കും.
അപ്പം അതുപോലെ ആഹാര കാര്യത്തിലും അദ്ദേഹത്തിന് കുമാരനാശാനെ പോലെ തന്നെ നിഷ്കർഷതകളുണ്ടായിരുന്നു. അദ്ദേഹം മിതമായേ ഭക്ഷിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു പ്രത്യേകത കൂടിയുള്ളത്, വിശന്നാലേ ഭക്ഷിക്കൂ, വിശപ്പറിഞ്ഞേ ഭക്ഷിക്കും. സഞ്ചാരവേളകളിലൊക്കെ അദ്ദേഹം അത് കരുതി തന്നെ പോകും. പോകുന്ന വഴിക്ക് പരിചയ വീടുകൾ കാണും. സമയം തെറ്റിക്കാതെ അവിടേക്ക് കയറി ചെല്ലും. മൂർക്കോത്ത് കുമാരനെ മഹാകവി ഉള്ളൂർ വിശേഷിപ്പിക്കുന്നത് മലബാറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നാണ്. തിരുവനന്തപുരംകാരനായ ഉള്ളൂരിന് അത് ബോധ്യപ്പെടണമെങ്കിൽ എത്രമാത്രം നേരിട്ടുള്ള പരിചയം ഉണ്ടായിട്ടാവും അങ്ങനെ ചെയ്തിരിക്കുക. അങ്ങനെ ഒരാൾ ഏതു വീട്ടിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഒരന്യനായി അവർക്കാർക്കും തോന്നാറില്ല. അങ്ങനെ കടന്നു ചെന്ന് അവിടുന്ന് സമയം തെറ്റിക്കാതെ തന്നെ ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ജീവിത നിഷ്ഠകൾ കൊണ്ട് അദ്ദേഹത്തിന് രോഗങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. ചികിത്സകൾക്കൊന്നും വിധേയമായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കടുത്ത രോഗം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. 67 വയസ്സ് എന്നത് ഇങ്ങനെ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് അത്ര കൂടുതലൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഷഷ്ടിപൂർത്തി സമയം വന്നപ്പോൾ, ആ ഷഷ്ടിപൂർത്തി ആഘോഷിക്കപ്പെട്ടപ്പോൾ അത് തമാശ ആണെന്ന് തെറ്റിദ്ധരിച്ചവർ പലരും ഉണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിന് ഒരു 40 വയസ്സ് പോലും ഉണ്ടാവില്ല എന്ന് ഉള്ളൂര് പോലും സംശയിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരു തലവേദന അനുഭവപ്പെട്ടു. സാധാരണ തലവേദന പയ്യാണെങ്കിലും മാറാറുള്ളതാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളൊക്കെ അതിനെ അത്ര ഗൗരവമായി കണ്ടില്ല. പക്ഷെ ആ തലവേദന മാറാതെ നിന്നു. ആ വേദന കൂടി വന്നു. അങ്ങനെ തലശ്ശേരിയിൽ ലഭ്യമായ ചികിത്സകൾ പോരാഞ്ഞ് മദ്രാസ് ജനറൽ ആശുപത്രി വരെ കൊണ്ടുപോയി എന്നാണ്. ആ ആശുപത്രിയിൽ കിടന്ന് ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഏതാണ്ട് ഇത് തൻ്റെ അന്ത്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു സരസനായിരുന്നല്ലോ. സരസ സാഹിത്യകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ആ സരസത അന്ത്യഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ഒരു വേള അദ്ദേഹം അല്പം നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഏറെക്കുറെ പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മരിക്കുവാൻ എനിക്ക് മടിയില്ല.
എന്നിരുന്നാലും അല്പകാലം കൂടി സമുദായത്തെയും രാജ്യത്തെയും സേവിക്കണമെന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു സ്ഥിരോത്സാഹിയായിരുന്നു, ഒരു കർമ്മ പടുവായിരുന്നു. ആലസ്യമെന്നത് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നിരിക്കും. താൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പുരോഗമിക്കാതെയോ പൂർണ്ണമാകാതെയോ കിടക്കുന്നത് കണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ കുണ്ഠിതപ്പെട്ടിട്ടുണ്ടാവും. ഇത് നമ്മളെ വെച്ച് ഇളക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ മൂർക്കോത്ത് കുമാരനത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യം ഈ ജീവിത ചിട്ടകൾ മാത്രമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ താൻ തലയിൽ കൊണ്ട് നടക്കാറില്ല. ഒന്നിനെക്കുറിച്ചും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു സ്വഭാവം തനിക്കില്ല. താൻ ആവശ്യത്തിനുറങ്ങും. അത് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങും. അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്ത വഴികളാണിതൊക്കെ. പിന്നെ കൂടുതലും ഒരു മാതൃകാ പുരുഷൻ, ഒരു ഉത്തമ മനുഷ്യൻ എന്ന നിലയിലാണ് മൂർക്കോത്ത് കുമാരൻ മാസ്റ്ററെ നമ്മൾ സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഒരു സമുദായ പരിഷ്കർത്താവായിരുന്നു, ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഏറെ മാനിക്കപ്പെട്ട സ്കൂൾ അധ്യാപകനും സ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്നു. അന്നത്തെ ഭരണകൂടം ഏൽപ്പിച്ച പല ചുമതലകളും ഏറ്റ് നടത്തിയിരുന്ന ആളായിരുന്നു. ഗുരുദേവന്റെ ഉത്തമ ശിഷ്യൻ എന്ന നിലയ്ക്ക് കൂടുതലും കുമാരനാശാനുമായും സി കൃഷ്ണൻ വക്കീലുമായും സാധി തൃപ്പാദങ്ങളുമായും കൂടുതൽ സമയം ബന്ധപ്പെടേണ്ടി വന്ന ഒരാളായിരുന്നു. അങ്ങനെ പല തരത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം വ്യാപിച്ചു കിടക്കുകയാണ്. എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇത്രത്തോളം ഉയർന്നത് എന്ന് അറിയുന്നത് കൗതുകകരമായിരിക്കും. തലശ്ശേരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് രാവുണ്ണി എന്നായിരുന്നു. അദ്ദേഹം ഒരു കലാൽ കുത്തകക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ കള്ള് വ്യവസായത്തിൻ്റെ ഏതാണ്ട് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ കുത്തക ഏറ്റു നടത്തിയിരുന്ന ഒരു മഹാധനികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇത് കേൾക്കുമ്പോൾ മൂർക്കോത്ത് കുമാരൻ സമ്പന്നനായിരുന്നു എന്നാരും തെറ്റിദ്ധരിക്കരുത്. അന്ന് മക്കത്തായ വ്യവസ്ഥയായിരുന്നു. ഒരാളുടെ മരുമക്കത്തായ വ്യവസ്ഥ. ഒരാളുടെ സ്വത്തിൻ്റെ അവകാശം മരുമക്കൾക്കാണ്. സ്വന്തം മക്കൾക്ക് അനുഭവ യോഗ്യമല്ലതൊന്നും.
അമ്മ അതും തലശ്ശേരി സ്വദേശി തന്നെയായിരുന്നു. ഏതാണ്ട് വലിയ ദൂരം തല്ലാത്ത ആണ് അവരുടെ വീടും. അദ്ദേഹം ഒരു നാട്ടുപള്ളിക്കൂടം സ്വന്തമായി സ്ഥാപിച്ച് നടത്തിയിരുന്ന ഒരു ഗുരുക്കളുടെ പുത്രിയായിരുന്നു. അയാൾ നാട്ടിൽ ഏറെ മാനിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. വിദ്യാദാനത്തെ മഹത്തായ ഒരു കാര്യമായി കണ്ടിരുന്ന അദ്ദേഹം ധനം സമ്പാദിക്കുന്നതിലൊന്നും കൂടുതൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞുകൂടി പോന്നു. ഇങ്ങനെ ഒരു നല്ല സംരംഭം നടത്തി വന്നതുകൊണ്ട് ആ നാട്ടിലെങ്ങും അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടായിരുന്നു, ബഹുമാന്യത ഉണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു കൈമുതൽ. അന്ന് മരുമക്കത്തായം എന്ന് പറയുമ്പോൾ ഒരാൾ അറിയപ്പെടുന്നത് അമ്മ വീടിൻ്റെ പേരിലാണ്. അച്ഛൻ്റെ പൈതൃകം വീട്ടുപേരൊന്നും ഉപയോഗിച്ചുകൂടാ. അപ്പൊ അമ്മയുടെ തറവാട്ടിലാണ് ജനനവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും. അപ്പോൾ അവിടെ രണ്ടമ്മാവന്മാരുണ്ട്. അമ്മയ്ക്കൊരു അനിയത്തിയുണ്ട്. അമ്മയും കൂടെ കൂട്ടി 4 പേർ. അപ്പം കുമാരന് വളരെ ഓർമ്മ വെക്കുന്ന ആ ഘട്ടം മുതൽ ദുരന്തങ്ങളാണ് ആ വീട്ടിൽ കാണാനിടയ വന്നത്. ആദ്യത്തെ അനുഭവം അമ്മയുടെ അനുജത്തി ആദ്യത്തെ പ്രസവത്തോടെ മരണപ്പെടുന്നതാണ്. ഒരു മരണത്തിൻ്റെ ആ തീവ്രത, അതിൻ്റെ ആ ഗൗരവം അത്രയ്ക്കൊന്നും മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ലെങ്കിലും ഈ കുട്ടി സ്വയം ബുദ്ധിമാനായിരുന്നു. പ്രായത്തിൽ കഴിഞ്ഞ ബുദ്ധിയും പക്വതയും ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ ആ ഒരു ദുരന്തം ആ കുട്ടിയെ ഒന്ന് ഉലയ്ക്കുകയുണ്ടായി. അത് കഴിഞ്ഞാണ് അടുത്ത ദുരന്തം സംഭവിക്കുന്നത്. സാക്ഷാൽ മാതാവ് തന്നെ മരണപ്പെടുന്നു. മൂർക്കോത്തുകുമാരൻ്റെ അമ്മ മരിക്കുമ്പോൾ കുമാരന് 6 വയസ്സേ ഉള്ളൂ. ഓർമ്മയുണ്ട് എന്ന് മാത്രം. അങ്ങനെ ആ കുടുംബത്തിൻ്റെ താളം തെറ്റുകയാണ്. അധികം വയ്യാതെ തന്നെ അമ്മയുടെ അച്ഛനും മരണപ്പെടുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ. 6-ാം വയസ്സിൽ അമ്മ മരിക്കുന്നു. ശ്രദ്ധിക്കുക, 2 കൊല്ലവും കൂടി കഴിഞ്ഞപ്പോൾ, അന്ന് കഷ്ടിച്ചൊരു 32-33 വയസ്സേ കാണുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ പിതാവിന്. ആ പിതാവിനും പെട്ടെന്നൊരു രോഗം ബാധിക്കുകയാണ്. ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായില്ല. അദ്ദേഹത്തിനും മനസ്സിലായി തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് ചുറ്റും നിന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളോട്, മരുമക്കൾക്കാണ് സ്വത്തിൻ്റെ അവകാശം. ആ മൂത്ത മരുമകന്റെ കൈ പിടിച്ച് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, എൻ്റെ പുത്രന് എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം ആരോഗ്യത്തോടെ നടന്നപ്പോൾ അദ്ദേഹം ഇച്ചിരി പുരോഗമനപരമായി ചിന്തിച്ചിരുന്നു എന്നത് സത്യമാണ്. കുറെ സ്വത്ത് അമ്മ വീട്ടിലേക്കും കൂടി കൊടുത്ത് അത് തൻ്റെ മകന് എത്തിച്ചേരുന്ന രീതിയിൽ
അങ്ങനെ ഒരു വളഞ്ഞ വഴി പൊതുവെ അല്പം വിദ്യാഭ്യാസമുള്ളവരൊക്കെ സ്വീകരിച്ചു വരുന്ന കാലമായിരുന്നു. ഇദ്ദേഹത്തിന് ഇത്രയും വയസ്സേ ആയുള്ളൂ, നല്ല ബിസിനസ് നടക്കുന്നു, വരുമാനമുണ്ട്, സാവകാശം അതൊക്കെ ചെയ്തു വെക്കാമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. പക്ഷേ അത് ചെയ്യാൻ അദ്ദേഹത്തിന് ആയുസ് അനുവദിച്ചില്ല. അങ്ങനെ മരുമകനോട് അല്പം ദയനീയമായി കരഞ്ഞ് പറഞ്ഞ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ മരുമക്കൾ വളരെ ദയാലുക്കളായിരുന്നു. ഈ 8-ാം വയസ്സിൽ മൂർക്കോത്തുമാരൻ്റെ അച്ഛനും മരണപ്പെടുകയാണ്. നോക്കണം, മക്കത്തായം അനുസരിച്ച്, മരുമക്കത്തായം അനുസരിച്ച് പിന്നെ അമ്മാവന്മാരുടെ സംരക്ഷണയിലാണ് വളരേണ്ടത്. അതിലൊരമ്മാവനൊരു ഭേദപ്പെട്ട ഉദ്യോഗമുണ്ട്. അദ്ദേഹത്തിന് ഈ കുട്ടിയെ കൂടി പോറ്റുന്നതിന് ബുദ്ധിമുട്ടില്ല. ഏതാണ്ടൊരു 35 വയസ്സെത്തിയപ്പോൾ അദ്ദേഹവും പെട്ടെന്നൊരു രോഗം വന്ന് മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശവസംസ്കാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കത്ത് വന്നത്രേ. അദ്ദേഹത്തെ പ്രൊമോഷനോടെ വലിയൊരു ഉദ്യോഗത്തിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ആ കത്ത് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ആ സംസ്കാര കർമ്മം പുരോഗമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആ കുടുംബത്തിൻ്റെ നില തെറ്റി. പിന്നെ ശേഷിക്കുന്ന ഒരമ്മാവനാണ്. അദ്ദേഹം തീരെ സാധുവായിരുന്നു. എളിയ നിലയിലുള്ള ചെറിയൊരു ഉദ്യോഗം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്തിക്കൊണ്ടു പോകാൻ പാടുപെടുന്ന അയാൾക്ക് ഈ കുട്ടിയുടെ കാര്യം കൂടി നോക്കാൻ സാധിക്കുമായിരുന്നില്ല. നോക്കണം, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ച് കണ്ടും അനുഭവിച്ചും, അതും ചെറുബാല്യത്തിൽ തന്നെ. അങ്ങനെ ഒരാളാണ് ഒരു നാടിൻ്റെ കിരീടം വെക്കാത്ത രാജാവ് എന്ന്. നമ്മളാരും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ കേൾക്കുന്നതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും വിരസമായും തോന്നാം. ഇതുപോലുള്ള ആളുകളോടൊക്കെ ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടായി വരുമ്പോഴേ ഇതൊക്കെ നമുക്ക് ഹൃദ്യമായി തോന്നുകയുള്ളൂ. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരുമകൻ, അവരേതാണ്ട് ഒരു 10-12ഓളം അംഗസംഖ്യയുള്ള ഒരു കുടുംബമാണ്, മക്കളുള്ള ഒരു കുടുംബമാണ്. ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ, മൂർക്കോത്ത് കുമാരൻ ആ ഒരൊറ്റ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഹോദരങ്ങളാരുമില്ലാത്ത ആ മാതാപിതാക്കൾക്കുള്ള ഏക പുത്രനായിരുന്നു മൂർക്കോത്ത് കുമാരൻ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ മരുമക്കൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞില്ല. തങ്ങൾക്ക് ഇത്രയും സ്വത്തുക്കൾ സമ്പാദിച്ചു തന്ന തങ്ങളുടെ അമ്മാവൻ്റെ മകൻ എന്ന നിലയിൽ ഒരു കുറവും വരാതെ ആ കുട്ടിയെ വളർത്തുകയാണ്. അവിടെയും ദുരന്തം തീരുന്നില്ല. ഏതാണ്ട് 35 വയസ്സ് കഴിഞ്ഞു കാണും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് കൈപിടിച്ച് ഏൽപ്പിച്ച ആ മരുമകനുണ്ടല്ലോ, മൂർക്കോത്തുമാരനെ, അദ്ദേഹവും ഒരസുഖം വന്ന് മരണപ്പെട്ടു പോയി. ഇപ്പൊ എത്ര മരണങ്ങൾ നടന്നു വന്നിപ്പം നമുക്ക് തന്നെ ഓർമ്മയിൽ നിൽക്കില്ല. അതുപോലെ അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ മരണത്തോടെ ഈ സ്വത്തുക്കളെല്ലാം ഇതുപോലെ നോക്കി നടത്താൻ പ്രാപ്തരായ ആളുകളില്ലാതെ വന്നു.
അദ്ദേഹത്തിൻ്റെ ഇളയത്വങ്ങളൊക്കെ ഈ പെങ്ങന്മാരും അതുപോലെ പറക്കമുറ്റാത്ത അനുജന്മാരും പ്രാപ്തരാകാത്ത അനുജന്മാരുമൊക്കെ ആയിരുന്നത് കൊണ്ട് അവിടെയും ചെറിയൊരു ഉലച്ചിൽ സംഭവിക്കുകയാണ്. കുമാരൻ്റെ പഠനം തലശ്ശേരി തന്നെയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ SSLCക്ക് തുല്യമായ മെട്രിക്കുലേഷൻ പരീക്ഷ അത് അദ്ദേഹം കഷ്ടിച്ച് പാസ്സായി. ഇത്ര മിടുക്കനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പരീക്ഷയ്ക്ക് കഷ്ടിച്ചൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകും. അപ്പൊ അത് ബുദ്ധിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അദ്ദേഹം പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുമായിരുന്നു. കേവലം പുസ്തകപ്പുഴുവായിട്ട് മാത്രം ഒതുങ്ങിക്കൂടിയ ഒരാളല്ല. അദ്ദേഹം കലാസാഹിത്യാദികളിൽ ശ്രദ്ധിക്കുമായിരുന്നു, കായിക വിനോദങ്ങളിൽ ശ്രദ്ധിക്കുമായിരുന്നു, നല്ല വായനാശീലമുള്ള ആളായിരുന്നു. ബാല്യസഹജമായ അത്യാവശ്യം കുസൃതികളൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നത്രേ. മെട്രിക്കുലേഷൻ കഴിഞ്ഞു. അടുത്ത സ്കൂളിൽ അന്നത്തെ ആ പ്രീ ഡിഗ്രി എന്ന് പറയാവുന്ന FIക്ക് ചേർന്നു. അപ്പോഴേക്കും ഈ കൂട്ടുകെട്ടും കുസൃതിയും ഈ കായിക വിനോദങ്ങളും എല്ലാം അല്പം അതിര് കടക്കുകയുണ്ടായി. ചീട്ടുകളിയും, കുട്ടികളുടെ ചീട്ടുകളി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിലും ഭ്രമം കയറി. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവങ്ങളായി മാറുകയുണ്ടായി. ഭാവിയിലെ കരുത്തിനുള്ള വളമായി തീരുകയായിരുന്നു അതൊക്കെ. FA പരീക്ഷയ്ക്ക് തോറ്റുപോയി. വീണ്ടും എഴുതാം. പക്ഷേ ബന്ധുജനങ്ങൾ കണ്ടത്, ഇവിടെ പഠനം തുടർന്നാൽ ഈ കൂട്ടുകെട്ടിൽ നിന്നൊന്നും മുക്തമാകാൻ പറ്റില്ല. അതുകൊണ്ട് മദ്രാസിലേക്ക് പഠനാർത്ഥം പോവുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മദ്രാസിലേക്കാകുകയാണ്. മദ്രാസിൽ FAക്ക് ചേർന്ന് കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയാം. അവിടെ BAക്ക് ചേർന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ വിശാലമായ ഒരു ലോകം തുറന്നു കിട്ടി. കൂടുതൽ വായിക്കാനും കൂടുതൽ സാംസ്കാരിക പരിപാടികളൊക്കെ കാണാനും പങ്കെടുക്കാനും, അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഒരു മെക്കയായിരുന്നു അന്ന് മദിരാശി. അങ്ങനെയുള്ള മാച്ചുകൾ ഉള്ളപ്പോൾ കോളേജിൽ പോകാറേയില്ല, കൂട്ടുകൂടി. അതോടൊപ്പം തന്നെ ഈ സാഹിത്യ പരിശ്രമങ്ങളും, കവിതകൾ രചിച്ചു തുടങ്ങി, ലേഖനങ്ങൾ എഴുതി തുടങ്ങി, പലയിടത്തേക്കൊക്കെ അത് അയച്ചു കൊടുക്കാനും ഒക്കെ തുടങ്ങി. അതോടൊപ്പം നാടകങ്ങളും അഭിനയിച്ചു തുടങ്ങി. അതിൻ്റെ ഫലം, പരീക്ഷ ഫലം വന്നപ്പോൾ കഷ്ടിച്ച് 2 വിഷയങ്ങൾക്ക് മാത്രം ജയിച്ചു, ബാക്കിക്കെല്ലാം തോറ്റുപോയി. അങ്ങനെ പരാജിതനായിട്ടാണ് ഏതാണ്ട് ഒരു 3-4 വർഷത്തെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം മദ്രാസിൽ നിന്ന് അദ്ദേഹം മടങ്ങുന്നത്. നാട്ടിലെത്തി. അപ്പോഴേക്കും ചെറിയൊരു കാര്യവും കൂടി സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എങ്ങനെയോ ഒരു കൊച്ചു വീടോ ഒരൽപ്പം പുരയിടവും കുമാരൻ്റെ പേർക്ക് വന്നുകൂടിയിരുന്നു പിതൃസ്വത്തിൽ നിന്ന്. അപ്പോൾ മദ്രാസിലെ പഠനാവശ്യങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ ആ പുരയിടവും വീടും വിറ്റിട്ടാണ് മദ്രാസിലെ ചെലവുകൾ നടത്തിയത്.
ഇപ്പൊ തിരിച്ചു വരുന്നത് അദ്ദേഹം തീർത്തും ഒരു ദരിദ്രനായിട്ടാണ്. അനാഥത്വവും ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. തിരിച്ചു വന്ന് ഇനി എന്തു വേണം? അപ്പൊ ഇവിടെ ഈശ്വര നിശ്ചയം എന്നൊന്ന് ഉണ്ട്. ഈ ഊർക്കോത്തുമാരൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവായിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞപ്പ എന്നാണ്. അദ്ദേഹം അത്യാവശ്യം അറിയപ്പെടുന്നയാളാണ്. 7 ഭാഷകൾ അറിയാവുന്ന ഒരാൾ. ഒന്നോർക്കണം, 7 ഭാഷകൾ അറിയാം. അദ്ദേഹത്തിന് വൈദ്യശാലയുണ്ട്. വിഷവൈദ്യത്തിൽ ആ പ്രദേശത്തെന്നല്ല, ആ പ്രദേശം വിട്ടുള്ള ആളുകളും തേടിയെത്തുന്നത് ഇദ്ദേഹത്തെ ആയിരുന്നു. പല സംരംഭങ്ങളും അദ്ദേഹം നടത്തി വന്നിരുന്നു. കുറെ ശിഷ്യസമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കുട്ടിയെ നേരത്തെ മുതൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ അളന്നു, ഒരു നല്ല പ്രതിഭാശാലിയാണ് ഈ കുമാരൻ, നല്ലൊരു പ്രതിഭാശാലിയാണ്, കുറെ അധികം ഗുണങ്ങൾ ഇയാളിലുണ്ട്, ഇയാൾ ഇങ്ങനെ അനാഥനായി പോകേണ്ടവനല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തെ ഏതാണ്ട് ഏറ്റെടുക്കുന്നത് പോലെയായി. അപ്പോൾ ഏതാണ്ടൊരു 20 വയസ്സിന് മേലായി മൂർഖോത്തുമാരന്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയുമോ? സ്വന്തം പുത്രിയെ മൂർഖോത്തുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്, എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട്. പരീക്ഷ തോറ്റു വന്നവൻ, അതുപോലെ തന്നെ ഒരു സ്വത്തുമില്ലാത്ത ഒരാൾ, ഇങ്ങനെ ഒരാൾക്ക് എന്ത് കണ്ടിട്ടാണ് സ്വന്തം പുത്രിയായ യശോദയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം സാധുവാണെന്ന് പിന്നാലെ തെളിയുകയാണ്. യശോദ മൂർഖോത്തുകുമാരൻ്റെ ജീവിത സഖിയായതോടെ മൂർഖോത്തുകുമാരൻ്റെ ജീവിതം മാറിമറിയുകയാണ്. യശോദയുടെ അച്ഛൻ്റെ ഉപദേശമനുസരിച്ച് ഇനി BA ഒന്നും എടുക്കാൻ ശ്രമിക്കണ്ട, തോറ്റത് തോറ്റു, ഇനി അത് നോക്കണ്ട. അധ്യാപക പരിശീലനത്തിന് വേണ്ടി ഒരു കോഴ്സുണ്ട്, അതിൽ ചേരുവാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം അതിനു പോയി. അപ്പോഴേക്കും ഈ യശോദയുടെ ആ സഹവാസവും ഈ പുതിയ ബന്ധത്തിൻ്റെ ഉത്തരവാദിത്വവും കൊണ്ട് ഈ അധ്യാപക പരിശീലന കോഴ്സ് ഏറ്റവും പ്രശസ്തമായ നിലയിൽ വളരെ തൃപ്തികരമായ ഒരു സർട്ടിഫിക്കറ്റോടെ തന്നെ, സാക്ഷ്യപത്രത്തോടെ തന്നെ അദ്ദേഹം പാസ്സായി. വൈകാതെ തന്നെ അദ്ദേഹം അധ്യാപക വൃത്തിയിലേക്ക് കടക്കുകയാണ്. അപ്പം നമുക്ക് ആശാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അതാരെ ഉദ്ദേശിച്ചാണ്. കുമാരനാശാൻ. ഗുരു എന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ശ്രീനാരായണ ഗുരു. മലബാർ പ്രദേശത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി, അത് മൂർക്കോത്ത് കുമാരനാണ്. കുമാരൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെ അധ്യാപനം തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലായിരുന്നു. അപ്പൊ അദ്ദേഹം ഏത് സ്കൂളിലാണോ ജോലി ചെയ്യുന്നത് അവിടേക്ക് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും കുട്ടികളെ രക്ഷാകർത്താക്കൾ കൊണ്ട് ചേർക്കുമായിരുന്നു.
ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, മറ്റു സ്കൂളിൽ നിന്നൊക്കെ തള്ളുന്നവരെയാണ് ഇവിടെയോട്ട് കൊണ്ട ചേർക്കുന്നത്. കുമാരൻ മാസ്റ്ററുടെ സ്കൂളിൽ ചേർന്നാൽ തങ്ങളുടെ കുട്ടികൾ നന്നാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഉഴപ്പി കുസൃതികൾ കാണിച്ച് അച്ചടക്ക ഭംഗമൊക്കെ വരുത്തി സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട ആളുകളെ കുമാരൻ മാസ്റ്ററുടെ അടുത്തെത്തിക്കുകയും അദ്ദേഹം അവരെ സ്വീകരിക്കുകയും അവരെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പഠിക്കാൻ നിർവാഹമില്ലാതിരുന്ന കുട്ടികളെ ഇദ്ദേഹം തന്നെ അതിനുള്ള പണം കണ്ടെത്തി പഠിപ്പിക്കുക, തുടർ വിദ്യാഭ്യാസത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അതിനാരുടെയെങ്കിലുമൊക്കെ സഹായം തേടുക, അങ്ങനെ ഉന്നത നിലയിലെത്തിയവർ ധാരാളമാണ്. അദ്ദേഹം ചെയ്തിരുന്ന ഒരു മഹത് കാര്യം, അദ്ദേഹം ഒരു വീട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയല്ല, ഒരു കുടിയായിട്ട്, ജന്മി കുടിയാൻ സമ്പ്രദായം ഒന്ന് നിലവിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കുടിയവകാശമായി കിട്ടിയ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ഇരുനില മാളിക ഉയർന്നത്. ആ വീടിനിട്ട പേര് ഗോകുലം എന്നാണ്. ഗോകുലം. ഇദ്ദേഹം ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. തൻ്റെ പൂജാമുറിയിൽ മനോഹരമായൊരു കൃഷ്ണചിത്രം അദ്ദേഹം വെച്ച് പൂജിച്ചിരുന്നു എന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ സാധാരണ ഭക്തന്മാർ ചെയ്യുന്നത് പോലെ ഈ വീണ് കിടന്നുള്ള നമസ്കാരമോ ഏറെ നേരം നിന്നുള്ള പ്രാർത്ഥനയോ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം ചെന്നൊന്ന് വന്ദിക്കും. നിരന്തരം ആ ഈശ്വര സ്മരണ വെച്ച് പുലർത്തിക്കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഈ ഗോകുലം ഭവനത്തിൻ്റെ പ്രത്യേകത, അവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് ക്രമേണ 4 കുട്ടികളുണ്ടായി. 3 ആണും ഒരു പെണ്ണുമായിരുന്നു. ആ 4 കുട്ടികൾ തനിച്ചായിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ അനാഥർ ആയിട്ടുള്ളവരെ ശ്രദ്ധയപ്പെടും. ചിലപ്പോൾ അത് ഭിക്ഷാടനമായിട്ട് നടക്കുന്നതായിരിക്കും. കുമാരൻ മാസ്റ്റർ അവരെ ശ്രദ്ധിക്കും. ചില യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2ഉം 3ഉം പേരെയൊക്കെ ആയിട്ടാണ് വരുന്നത്. യശോദാമ്മയ്ക്ക് യാതൊരു മടുപ്പുമില്ല, പ്രതിഷേധവുമില്ല. തുറന്ന മനസ്സോടെ സ്വന്തം മക്കളെ പോലെ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ കുമാരൻ മാസ്റ്ററുടെ ജീവിതകാലത്ത് സ്വന്തം വീട്ടിൽ നിർത്തി സ്വന്തം മക്കളെപ്പോലെ തന്നെ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗം മേടിച്ചു കൊടുത്ത കുട്ടികളുടെ എണ്ണം കേട്ടാൽ അമ്പരന്ന് പോകും. 50-ലധികം കുട്ടികളെയാണ് ഇതുപോലെ കുമാരൻ മാസ്റ്ററും യശോദാമ്മയും കൂടി വളർത്തിയെടുത്തത്. ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ വരെ അതിനകത്തുണ്ടായിരുന്നത്രേ. ഒന്നോർത്ത് നോക്കണം, എത്ര ധർമ്മിഷ്ഠനായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പുൽപ്പൊക്കെ ഈ ബാംഗ്ലൂരിൽ താമസിക്കുമ്പോൾ ആശാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ 2-3 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. കൂടുതലൊന്നും ഇല്ലായിരുന്നു. കുമാരനാശാൻ സ്വന്തമായിട്ടൊരു വീട് ഇവിടെയാണല്ലോ, നമ്മുടെ തോന്നയ്ക്കലാണല്ലോ ഉണ്ടാകുന്നത്. കൈതമുക്കിലെ കൊച്ചു വീട്ടിൽ അതിന് സൗകര്യമില്ലായിരുന്നു. പക്ഷെ അവിടെയും ഒരു പുലയബാലനെ, വലിയൊരു വീട് പണിയാനുള്ള ഒരു പദ്ധതി ആശാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്ലാൻ എടുപ്പിക്കുകയും ചെയ്തായിരുന്നു. ഇപ്പം മലബാറിലൊക്കെ ചെല്ലുമ്പോൾ മൂർക്കോ തൂമാരൻ്റെ അതിഥിയായിട്ടൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രീതിയെ പിന്തുടരാൻ ആശാനും ഉദ്ദേശിച്ചിരുന്നു എന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ വീട് തീർന്നിരുന്നെങ്കിൽ, ആശാന്റെ ആയുസ് നീണ്ടുപോയിരുന്നെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ആകുമായിരുന്നെന്നുറപ്പാണ്. കാരണം ഭാനുമതി അമ്മയുടെയും ഈ യശോദ അമ്മയുടെയും
സ്വഭാവം ഏറെക്കുറെ ഒരുപോലെ ആയിരുന്നു. ചില സമയം കാണാം, ഏതാണ്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഏതാനും പെൺകുട്ടികൾ വരുന്നു. അപ്പം അവരിങ്ങനെ അപ്പുറത്തേക്ക്, വിശാലമായ ഒരു വീടാണ്, പോകുന്ന കാണാം. അല്പം കഴിയുമ്പോൾ തൃപ്തിയോടെ മടങ്ങിപ്പോകുന്നത് കാണാം. അപ്പം അവിടെ ഒരു ക്രിസ്തീയ ഭവനം ഉണ്ടായിരുന്നു. ഗൃഹനാഥൻ മരിച്ച് അവിടെ പല നിവൃത്തികേടുകളുമുണ്ട്. ഇത് മനസ്സിലാക്കിയ യശോദാമ്മ ആ വീട്ടിൽ ചെന്ന് എന്നും ഏത് സമയവും വന്ന് ഇവിടുന്ന് ആഹാരം കഴിച്ചു കൊള്ളണം എന്ന് ആ കുട്ടികളെ ചട്ടം കിട്ടുകയുണ്ടായി. എത്ര കാലം ആ കുട്ടികൾ പഠിച്ചൊരു നിലയിൽ എത്തുന്നിടത്തോളം കാലം ഇത് മുടങ്ങിയില്ല എന്നുള്ളതാണ്. മുർക്കുത്തുമാരന് മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ കാലം പോലെയല്ല. അന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കുകയാണ്. അവരെ അങ്ങനെ പുറത്തോട്ട് വിട്ടുകൂടാ, വിടാനും പാടില്ല. വയസ്സറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമേ പാടില്ല എന്നായിരുന്നു അന്നത്തെ മാമൂല്. മൂർക്കോത്ത് കുമാരൻ വീടുകൾ കയറി ഇറങ്ങി ആ രക്ഷകർത്താക്കളെയൊക്കെ ബോധവൽക്കരിച്ച് ഈ കൂടുതൽ പഠിക്കുവാൻ പെൺകുട്ടികൾക്ക് അവസരമൊരുക്കി എന്നുള്ളതാണ്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഈ മൂർക്കോത്ത് കുമാരൻ ചെയ്തതുപോലുള്ള ഒരു പ്രവർത്തനം അധികമാരും നടത്തിയതായിട്ട് കാണുന്നില്ല. ആ മലബാറിലെ ആദ്യത്തെ BA-കാരി മദ്രാസിൽ നിന്ന് വരുന്നത് മൂർക്കോത്ത് കുമാരൻ മാസ്റ്ററുടെ പരിശ്രമം കൊണ്ടാണ്. ഇങ്ങനെയുള്ള സ്ത്രീജനങ്ങളെല്ലാം വലിയ പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ വിശേഷ സന്ദർഭങ്ങളിലൊക്കെ വിളിച്ച് മാനിക്കുന്ന, ആദരിക്കുന്ന രീതിയും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. മടി മാറി കൂടുതൽ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത് മൂർക്കോത്ത് കുമാരൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇത് കുമാരൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അളവറ്റ സമ്പത്ത് അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹവും തൻ്റെ വരുമാനത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം നാട്ടിൽ സാധുക്കളുടെ പുര കെട്ടി മേയുന്നതിന് സഹായിച്ചു കൊണ്ടിരുന്നു. ആ ആർക്കും തന്നെ ചോർന്നൊലിച്ച പുരയിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അന്വേഷിച്ച് ചെന്ന് വേണ്ടത് ചെയ്യുവാൻ അദ്ദേഹം വളരെ താല്പര്യം കാട്ടിയിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് കുറെ അധികം ആളുകൾ തീയ സമുദായത്തിൽ നിന്നും ഉദ്യോഗത്തിലേക്കൊക്കെ പ്രവേശിക്കുകയുണ്ടായി. ഉദ്യോഗം ലഭിക്കണമെങ്കിൽ അതിന് അടിസ്ഥാന യോഗ്യത വേണ്ടത് വിദ്യാഭ്യാസമാണല്ലോ. അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പഠിക്കാൻ മിടുക്കർ എന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്കല്ല ഉയർന്ന പഠനത്തിനുള്ള സഹായങ്ങൾ ചെയ്തു വന്നയാളായിരുന്നു മൂർക്കോത്ത് കുമാരൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളൊന്നും കണ്ട് പഠിക്കാൻ ഉള്ള പ്രായം അന്ന് മൂർക്കോത്ത് കുമാരനില്ല. 8ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു പോയല്ലോ. അപ്പം അച്ഛൻ്റെ ആ നന്മകൾ അത്രയും ഈ മകനും പകർന്നു കിട്ടിയിരുന്നു. അതിനെയെല്ലാം പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഇതുപോലൊരു ജീവിതസഖി, ഇതിനെയാണ് സഹധർമ്മിണി എന്ന് പറയേണ്ടത്. ഒരിക്കൽ മൂർക്കോത്ത് കുമാരൻ ആകെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാരണം യശോദാമ്മയ്ക്ക് അറിയാൻ മേലാഴികയല്ല. അപ്പം സംഭവവാസങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ഗുരുദേവൻ്റെ ആദ്യത്തെ പഞ്ചലോഹ വിഗ്രഹം ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് തന്നെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ
ഉപജ്ഞാതാവ് മൂർക്കോത്ത് കുമാരനായിരുന്നു. അപ്പം ജഗന്നാഥ ക്ഷേത്രമുണ്ട് തലശ്ശേരി. അപ്പം അതിൻ്റെ ചരിത്രമൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അപ്പം അതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ്, കുമാരനാശാന്റെ സാന്നിധ്യത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ജ്ഞാനോദയ യോഗം. അതിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അതിനോട് അനുബന്ധിച്ച് ഗുരുദേവൻ്റെ ഒരു പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് നിർദ്ദേശം വെച്ചത് മൂർക്കോത്ത് കുമാരനാണ്. പക്ഷേ ജ്ഞാനോദയ യോഗത്തിൻ്റെ തുടക്കം മുതലുള്ള മുഖ്യ പ്രവർത്തകരിൽ ഒരാളായിരുന്നെങ്കിലും ഈ കുമാരൻ മാസ്റ്ററോട് അതിലെ പ്രമാണിമാർക്കത്ര സുഖമായിരുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ഈ പൂർവാചാരങ്ങളെ സംരക്ഷിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നു അതിൻ്റെ പ്രമാണിമാരെല്ലാം തന്നെ. അവരൊക്കെ നല്ല വിദ്യാസമ്പന്നരാണ്. വക്കീലന്മാരുണ്ട്, ഈ ജഡ്ജിമാരുണ്ട്, വലിയ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലെ മാമൂലുകൾ അത് നിന്ന് വ്യതിചലിക്കാൻ ഇവർക്കാർക്കും അത്ര മനഃപരിഷ്കാരമില്ലായിരുന്നു. വിദ്യാഭ്യാസവും മനഃപരിഷ്കാരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കുമാരൻ തിരിച്ചറിയുകയാണ്. ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ ഈ പറയരെ പ്രവേശിച്ച ആ ചരിത്രം ഗുരുദേവ ജീവചരിത്രങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വലിയ തർക്കമായി. മൂർക്കോത്ത് കുമാരൻ ഇതിനു വേണ്ടി ശക്തമായിട്ട് വാദിച്ചു. അവസാനം യാഥാസ്ഥികരായിട്ടുള്ള മറ്റ് ആരും തന്നെ അതിനെ അനുകൂലിക്കുന്നില്ല. മൂർക്കോത്ത് കുമാരൻ പിൻവാങ്ങിയില്ല. ഗുരുദേവൻ തലശ്ശേരിയിൽ വീണ്ടും എത്തിയപ്പോൾ ഈ കാര്യം മുമ്പിൽ അവതരിപ്പിച്ചു. നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നു. മോദസ്ഥിരനായി ഗുരുദേവനോടെ നിലകൊണ്ടു. ഏറ്റവും ഒടുവിൽ തൃപ്പാദങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാമെന്നൊരു സർവസമ്മതി അവിടെ ഉണ്ടായി. അവസാനം തൃപ്പാദങ്ങൾ കൽപ്പിക്കട്ടെ എന്നായി. തൃപ്പാദങ്ങൾ കൽപ്പിച്ചത് പറയരെ പ്രവേശിപ്പിക്കാമെന്നായിരുന്നു. അപ്പം അതിനെ എതിർക്കുവാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. അപ്പം അങ്ങനെ പറയരുടെ പ്രവേശനം യാഥാർത്ഥ്യമായി. ആ സമയത്താണ് ഈ മൂർക്കോത്ത് കുമാരൻ തൃപ്പാദങ്ങളിൽ ആദ്യമായി അവസാനമായും വീണു വണങ്ങി നമസ്കരിക്കുന്നത്. അതുപോലെ ഒരു പ്രകടനം മൂർക്കോത്ത് കുമാരൻ്റെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദരവ് മുഴുവൻ തൃപ്പാദങ്ങൾ എന്ത് കൽപ്പിക്കുന്നു അതിനനുസരിച്ച് തൃപ്പാദങ്ങളുടെ ഹൃദപ്രകാരം വർത്തിക്കുക എന്നത് മാത്രമായിരുന്നു. മറ്റുള്ള പല ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ഡോക്ടർ പൽപ്പു മുതൽ പലരെയും, സി കേശവൻ മുതൽ വരെയുള്ള ആളുകൾ ഒക്കെ ശരിയാണ്. പല സന്ദർഭങ്ങളിലും ഗുരുദേവൻ്റെ ഇംഗിതത്തിനെതിരായിട്ടവർ പറഞ്ഞിട്ടുമുണ്ട്, പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഗുരുദേവൻ്റെ ഹിതം ഏതാണ്ട് 100% തീർത്തു പറയാം. അതേപടി അനുസരിച്ച് പോന്നിട്ടുള്ള ഒരേ ഒരു ഗൃഹസ്ഥ ശിഷ്യനേ ഉള്ളൂ. അത് മൂർക്കോത്ത് കുമാരനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് കൂടുതൽ പഠിക്കുമ്പോഴേ അതിനെക്കുറിച്ച് ബോധ്യം വരും. ഗുരുദേവൻ്റെ പല തലത്തിലാണ് ഗുരുവിൻ്റെ മഹിമ. ബഹുമുഖമായിട്ടാണ് വിലസുന്നത്. എല്ലാത്തിനെയും സന്തുലിതമായി കണ്ടുകൊണ്ട് യോഗിയായി കാണുന്നു, ആചാര്യനായി കാണുന്നു, കൺകണ്ട ദൈവമായി കാണുന്നു, അങ്ങനെ ഒരു ദാർശനികനായി കാണുന്നു. എല്ലാത്തിനെയും ഏതാണ്ട് സന്തുലിതമായി കണ്ട് മാനിക്കേണ്ട രീതിയിൽ ഗുരുവിനെ മാനിച്ച ഏക ശിഷ്യൻ മൂർക്കോത്ത് കുമാരനാണ്. അപ്പം ഗുരുവിൻ്റെ ആ പ്രതിമ അവിടെ വെക്കാൻ പക്ഷേ ജ്ഞാനോദയ യോഗത്തിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അതിനോട് ശക്തമായ എതിർപ്പാണ്. അപ്പം അവിടെ മൂർക്കോത്ത് കുമാരൻ പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല.
ഇപ്പം നമ്മൾ പറയുന്നുണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആ തുടക്കം ശ്രീനാരായണ പ്രസ്ഥാനമാണ് ഇട്ടത് എന്ന്. ഇപ്പം നമ്മൾ ആലപ്പുഴ പ്രദേശത്ത് ആടപ്പുറം ബാവായിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മഹത്തരമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ മൂർക്കോത്ത് കുമാരന് ഒരു തൊഴിലാളി സംഘം ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? തൊഴിലാളി സംഘം അവിടെ വേറെ സംഘടനയായിട്ടോ ഒന്നുമല്ല, അതൊരു ജീവിതമാണ്. അവിടെ സമരമില്ല, കോലാഹലമില്ല, പണിമുടക്കില്ല, ഒന്നുമില്ല. ജീവിതം. ഇങ്ങനെ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ എത്ര പേരറിഞ്ഞിരിക്കുന്നു? അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തീയരെ ജോലിയുള്ളവർ ജോലിക്ക് പോകും, ഉദ്യോഗമുള്ളവർ ഉദ്യോഗത്തിന് പോകും, അല്ലാതുള്ളവർക്ക് എന്ത് ജോലിയും ചെയ്യുന്നതിന് സമ്മതമായിരുന്നു. അവരതുപോലെ പരിശ്രമശാലികളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തൊഴിലാളികൾ അവർ ജോലിയെടുത്തപ്പോൾ യൂറോപ്യൻ ഏരിയ ആയതുകൊണ്ട് മദ്രാസ് പ്രവിശ്യയുടെ കീഴിൽ വരുന്ന ഒരു പ്രൊവിൻസ് ആയതുകൊണ്ട് അവിടെ അല്പം പരിഷ്കാരമൊക്കെ ഉണ്ട്. ചൂഷണം ഇല്ലാതൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഈ വിരസത, അവരുടെ ദുരിതമല്ല പറയുന്നത്, വിരസത, അതൊന്ന് ഒഴിവാക്കണമെന്ന് കുമാരൻ മാസ്റ്റർക്ക് തോന്നുകയാണ്. ഈ കുട്ടികളെയൊക്കെ ശിക്ഷണം കൊടുക്കുന്ന അതേ മനസ്സോടെ തന്നെയാണ് ഈ നാടിൻ്റെ നട്ടല്ലായി വർത്തിക്കുന്ന തൊഴിലാളികളെ കുമാരൻ മാസ്റ്റർ കാണുന്നത്. അദ്ദേഹം ഒരു തൊഴിലാളി സംഘം ഏർപ്പെടുത്തി. അപ്പം നമ്മളതിനെ ട്രേഡ് യൂണിയൻ ആ ഒരു ചിത്രത്തിലേക്കൊന്നും പോകരുത്. ഇതൊരു പ്രത്യേക സംസ്കാരമാണ്. എന്നിട്ട് മാസത്തിൽ ഒരു വീട്ടിൽ വെച്ച് ഇവർ കൂടുകയാണ്. നമ്മൾ ഈ ഭജനയൊക്കെ കൂടുന്നത് പോലെ മാസത്തിൽ ഒരു വീട്ടിൽ വെച്ച് കൂടുന്നു. വിശേഷങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. പുതിയ പുതിയ അറിവുകൾ പങ്കിടുന്നു. അത് തൊഴിൽ മേഖലയെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളെല്ലാം ലഭിക്കാൻ അങ്ങനെ ഒരു വേദി ഉള്ളത് കൊണ്ട് ആരും അവിടെ വരാതിരിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് തൊഴിലാളികളെന്ന് പറയുമ്പോൾ അത് കുടുംബസഹിതമാണ് കൂടുന്നത്. ആ കൂടുന്ന അവസരത്തിൽ എല്ലാവരും ഒരു നേരം അവിടെ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എത്ര നല്ലൊരു സംസ്കാരമാണ്. അപ്പോൾ കൂടുന്ന അവസരത്തിൽ ഒരു തൊഴിലാളി 1 രൂപ വെച്ച് എടുക്കണമെന്നൊരു ചിട്ടയുണ്ട്. അപ്പം അങ്ങനെ സമാഹരിക്കുന്ന ആ പണം കൊണ്ട് അന്നത്തെ ചെലവ്, അല്ലാതെ ഇതുപോലൊരു തൊഴിലാളി യോഗം നടത്തിയ ഒരു കുടുംബം ദുർവഹമായ ചെലവ് വഹിച്ച് ദരിദ്രമാകാൻ പാടില്ലല്ലോ. ശേഷമുള്ള ധനം എന്തെങ്കിലും പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഒരു ദിവസം മൂർക്കോത്തുകുമാരൻ ഇങ്ങനെ വിഷണ്ണനായിട്ടിരിക്കുന്നു. യശോദാമ്മ ഇത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. യശോദാമ്മ കാര്യമെല്ലാം അറിയാം. അപ്പം ഈ ജ്ഞാനോദയ യോഗത്തിൽ നിന്ന് ഇതുപോലെ ശക്തമായ എതിർപ്പുണ്ടാകുന്ന അവസരത്തിൽ ഇനി അതുമായിട്ട് സഹകരിക്കണോ, അതുമായിട്ട് നിസ്സഹകരിക്കണോ, ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അതിനെ അനുവദിക്കില്ല എന്ന് കരുതിക്കൂട്ടി തന്നെ ചിലർ നിപ്പുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വിഷമസന്ധിയിൽ മൂർക്കോത്തുകുമാരൻ വിഷമിച്ചിരിക്കുമ്പോൾ യശോദാമ്മ ചെന്ന് ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾ തീരുമാനിച്ച കാര്യമല്ലേ, നിങ്ങൾ അതിനിറങ്ങിത്തിരിക്കണം. ദൃഢമായ വാക്കാണ്, ഒറ്റ വാക്ക്. കുമാരൻ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണിൽ തീയാണ്. നോക്കൂ, എത്ര പ്രോത്സാഹനമാണ്. ഇതാ അടുത്ത് തന്നെ ഒരു തൊഴിലാളി സംഘം കൂടുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് ഇത് ജ്ഞാനോദയ യോഗത്തിലല്ല ഇതിൻ്റെ തീരുമാനം ഉണ്ടാകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം.
ഈ ഒരു തൊഴിലാളി സംഘം എന്ന് പറയുമ്പോൾ അത് ഇതിൽ നിന്ന് വേറിട്ടാണ്. ജ്ഞാനോദയ സംഘത്തിൽ അവതരിപ്പിച്ച് യോഗത്തിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട ഈ സംഗതി ഈ തൊഴിലാളി സംഘത്തിലാണ് മൂർക്കോത്ത് കുമാരൻ മാസ്റ്റർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, സാധുക്കളാണ്. അപ്പോൾ അതിനുവേണ്ടി അവിടെ വെച്ച് തന്നെ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. ബോധാനന്ദ സ്വാമികളെ അധ്യക്ഷനാക്കി, അതുപോലെ തന്നെ ചൈതന്യസ്വാമികളെ ഉപാധ്യക്ഷനാക്കി, സ്വാമി മറ്റേ ഗുരുപ്രസാദ് അതുപോലുള്ള ആളുകൾ അദ്ദേഹം അതിൻ്റെ സെക്രട്ടറിയായി മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ അന്ന് ആയിരക്കണക്കിന് രൂപ വേണം, തൊഴിലാളികൾ കൂട്ടിയാൽ കൂടില്ല. പലരും വിചാരിക്കുന്നത് അങ്ങനെ തൊഴിലാളികളെല്ലാം കൂടെ സ്വരുക്കൂട്ടിയെടുത്ത പണം കൊണ്ടാണ് ഇത് സാധിച്ചതെന്നാണ്. ഒന്നുമല്ല. മദ്രാസിൽ പഴയ ബന്ധം വെച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ശില്പി ആവശ്യപ്പെട്ടത് ഒരു പ്രതിമ വാർത്തു കൊടുക്കുന്നതിന് 10,000 രൂപയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, അന്നത്തെ കാലത്ത് ഒരു ഓട്ട് പ്രതിമയാണെന്ന് ഓർക്കണം, പഞ്ചലോഹമല്ല. അതിന് 10,000 രൂപ ആവശ്യപ്പെടുന്നു. അതുണ്ടാക്കിയേ തീരും. ഈ മൂർക്കോത്ത് കുമാരൻ ഏകനായി തന്നെ അതിനിറങ്ങി തിരിച്ചു. അതിനുവേണ്ടി ബർമ്മ വരെ പോയെന്നാണ് അന്നത്തെ കാലത്ത്. പക്ഷേ കൂടുന്നില്ല. ജ്ഞാനോദയ യോഗത്തിൽ നിന്നാണെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഹകരണവും കിട്ടുന്നില്ല. പ്രമാണിമാരെല്ലാം അതിനോടൊരു വൈമുഖ്യം കാണിക്കുകയാണ്. ഒരു പ്രമാണി പറഞ്ഞത്രേ, 9,000 രൂപ പിരിച്ചുകൊണ്ട് വാ. 10,000 അല്ലേ ആവശ്യപ്പെടുന്നത്. 9,000 രൂപ പിരിച്ചുകൊണ്ട് വന്നോളൂ, ബാക്കി 1,000 ഞാൻ തരാം, 10,000 തികച്ചുകൊള്ളാം. അത് വലിയൊരു പ്രോത്സാഹനം. അന്നത്തെ കാലത്ത് 1,000 രൂപ ഒക്കെ ഒരാളിൽ നിന്ന് കിട്ടുക. അപ്പം ഇദ്ദേഹം ഈ ശ്രീലങ്കയ്ക്ക് പോവുകയാണ് ധനസമാഹരണത്തിന്. അന്നത്തെ ഗൾഫാണ്, കേരളീയരുടെ ഗൾഫാണ് അന്ന് ശ്രീലങ്ക, സിലോൺ. അവിടേക്ക് പോകുന്ന വഴി ഇദ്ദേഹം സഞ്ചരിച്ച ആ കപ്പലിൽ തന്നെ ഈ ബുദ്ധപ്രതിമ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഇറ്റാലിയൻ ശില്പി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് തൻ്റെ സംരംഭത്തെക്കുറിച്ച് വിശദമാക്കി. ഒരു വലിയ യോഗീശ്വരനാണെന്നും, അപ്പം അദ്ദേഹം ശ്രീലങ്കയിൽ അദ്ദേഹം ജോലി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഗുരുദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ യോഗീശ്വരനായിരുന്നെന്നും ആണെന്നും ശ്രീലങ്കയിൽ വളരെ സ്വീകാര്യനാണെന്നും ഒക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. താൻ കേട്ടിരിക്കുന്ന ആ യോഗീശ്വരൻ്റെ പ്രതിമയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ചുമതല അങ്ങേക്കുകയാണ്. അദ്ദേഹം പകുതി തുകയ്ക്ക് 5,000 രൂപയ്ക്ക് ഈ പ്രതിമ വാഗ്ദാനം ചെയ്തു. ഇദ്ദേഹത്തിനുണ്ടായ ആശ്വാസം ചില്ലറയല്ല. ശ്രീലങ്ക മുഴുവൻ പിരിച്ചു. പക്ഷേ കഷ്ടിച്ചൊരു 4,000 രൂപയെ തികഞ്ഞുള്ളൂ. അപ്പോഴാണ് ഓർക്കുന്നത്, ഇങ്ങനെ ഒരു വാഗ്ദാനം കിടക്കുന്നല്ലോ, 1,000 രൂപ ഇയാൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 9,000 പിരിച്ചുകൊണ്ട് വന്നാൽ 1,000 തരാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പം 4,000 അല്ലേ പിരിച്ചുള്ളൂ, തരില്ല, തീർത്തു പറഞ്ഞു. അവിടെയും നിരാശ. ഇനി എന്തു വേണ്ടു? അപ്പോൾ അവിടെയാണ് യശോദാമ്മ വീണ്ടും നിർദ്ദേശം വെക്കുന്നത്. നമ്മളുടെ തൊഴിലാളികളോട് തന്നെ പറയുക, അവരത് സാധിക്കും. നമ്മൾ പണക്കാരെ തേടിയല്ല പോകേണ്ടത്, സാധുക്കളെ തേടിയാണ്. ആ മാസം നടന്ന തൊഴിലാളി സംഘത്തിൽ ഈ അവസ്ഥകളെല്ലാം മൂർക്കോത്ത് കുമാരൻ വിശദീകരിച്ചു. ഒരു നിശ്ചിത ദിവസം ഒരു ചടങ്ങോടെ അതിനുള്ള ധനം സ്വരൂപിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ ഏത് സ്ഥലത്ത്, ഏതായാലും ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നില്ല, അത് ആണെന്നെങ്കിൽ അത് പ്രത്യേകം പറയുമായിരുന്നു, ഒരു സ്ഥലത്ത് വെച്ച് വലിയ വാദ്യഘോഷങ്ങളോടെ ഒരു ചടങ്ങ് നടത്തി തൊഴിലാളികളെല്ലാം അവരുടെ ഒരു വിഹിതവുമായി വന്നു. മൂർക്കോത്ത് കുമാരൻ ആവശ്യപ്പെട്ടത് 1 രൂപ വെച്ച് എല്ലാ തൊഴിലാളികളും തരിക. അങ്ങനെ വരുമ്പോൾ ഒരു തൊഴിലാളി വിട്ടാൽ 1 രൂപ, 1,000 രൂപയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അന്ന് ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ
1200 രൂപ ഉണ്ടായിരുന്നത്രേ. അത്രയും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയ 1200 രൂപയും കൂടെ കൂട്ടിയാണ് വീണ്ടും ലങ്കയിലെത്തി ആ ഇറ്റാലിയൻ ശില്പിയെ കൊണ്ട് ഈ പ്രതിമ ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം വിശദമായിട്ടൊരു പക്ഷെ അറിയാവുന്നവർ അധികം ഉണ്ടാവില്ല. അത് അറിയാനൊട്ട് മാർഗവുമില്ല. അതൊരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ രോമാഞ്ചത്തോടെ ആയിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഗുരുദേവ പ്രതിമകൾ ഇനി സാർവത്രികമാകാൻ പോകുന്ന, വികാരഭരിതനായിട്ട് ആ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഈ മൂർക്കോത്തുകുമാരൻ പ്രസംഗിച്ചത്, ഇത് ഗുരുദേവ പ്രതിമാ സ്ഥാപനം, പ്രതിഷ്ഠ എന്നല്ല. ഇനി മലയാളക്കര മുഴുവൻ സാർവത്രികമാകാൻ ആകുന്ന ഒരു കാലമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് വികാരഭരിതനായിട്ട് പ്രസംഗിക്കുകയുണ്ടായി. അത് സത്യമായില്ലേ? മലയാളക്കരയിൽ മാത്രമാണോ? കേരളം വിട്ടും അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനമായി സൂചിപ്പിക്കുന്നത്, മൂർക്കോത്തുകുമാരൻ അതിൻ്റെ നമ്മുടെ ആ പ്രഥമ സ്മരണയിൽ വരുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ലക്ഷണമൊത്ത ഒരു സമഗ്ര ജീവചരിത്രം ആദ്യം ഇറക്കിയത്. ഇപ്പം മയ്യനാട് കേദാമോദരൻ്റെ പൂർണ്ണമല്ല, അതിനു മുമ്പത്തെ പത്രാധിപർ നാരായണൻ്റെ ഉണ്ട്, അയ്യാക്കുട്ടി ജഡ്ജിയുടെ ഉണ്ട്, കുമാരനാശാൻ്റെ ഉണ്ട്. ലഘു ജീവചരിത്രമാണ് അതൊക്കെ. എന്നാൽ ഏറെക്കുറെ ലക്ഷണമൊത്ത ഒരു സമഗ്ര ജീവചരിത്രം എഴുതുന്നത് മൂർക്കോത്തുകുമാരനാണ്. ഗുരുദേവന്റെ മഹാസമാധിയെ തുറന്ന് അതിൻ്റെ പരിശ്രമം തുടങ്ങി. അദ്ദേഹം ഗുരു എങ്ങനെ ഗുരുവായി, അപ്പോൾ അതിലേക്ക് ഗുരു കടന്ന ആ യോഗമാർഗത്തെക്കുറിച്ച് പഠിക്കാൻ തന്നെ മാസങ്ങളെടുത്തു എന്നാണ്. പലയിടങ്ങളിൽ നിന്നും എഴുതി വരുത്തിയ യോഗശാസ്ത്ര സംബന്ധമായ പുസ്തകങ്ങളൊക്കെ വളരെ സമയമെടുത്തിരുന്ന് പഠിച്ചതിന് ശേഷമാണ്, ആ ഒരു ഒറ്റ പഠനത്തിന് വേണ്ടി മാത്രം മാസങ്ങൾ ചെലവിട്ടു എന്നാണ് പറയുന്നത്. ഇത് എഴുതാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ അനുസ്മരിക്കുന്നുണ്ട്. ഒരു പാതിരാത്രിക്കായിരുന്നു, അതൊരു ദിവസമൊക്കെ നോക്കി വെച്ചു. ആ ദിവസം പാതിരാത്രിക്ക് കുളി കഴിഞ്ഞ് ഗുരുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ തേച്ച വിളക്ക് വെച്ച് വിളക്ക് തെളിച്ച് മൗനമായി കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചു. ആ കണ്ണുകളിലൂടെ കണ്ണീർ ചാലുകൾ ഒഴുകി. അതിനുശേഷം അദ്ദേഹം എഴുത്താരംഭിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് അത് എഴുതി തീർത്തു. ഒന്നോർത്തു നോക്കുക, എത്ര ഭവ്യതയോടെയാണ്, എത്ര ആദരവോടെയാണ് അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായത് എന്ന്. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇദ്ദേഹത്തിന് 4 കുട്ടികളായിരുന്നു. ഒരുപക്ഷെ ഗുരുദേവനെ കുറിച്ച് ഇത്രയും കൂടുതൽ അറിയാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള കുട്ടികൾ വേറെ ഉണ്ടാവില്ല. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വലിയ കണ്ണാടി ഒരു പ്രത്യേക സ്ഥാനത്ത് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. ഭിത്തിയിൽ വെച്ചിരിക്കുകയാണ്. അത് മുഖം നോക്കാനും ഒന്നും അല്ല കേട്ടോ. ഓരോ ആഴ്ചയിലും ആ കണ്ണാടിയിൽ കടലാസിൽ എഴുതിയ പോസ്റ്ററുകൾ ഒട്ടിക്കുമായിരുന്നു. ആ പോസ്റ്ററുകളിൽ മുഴുവൻ എഴുതിയിരുന്നത് ഗുരുദേവന്റെ ഉപദേശങ്ങളായിരുന്നു. അപ്പം ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഈ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ധർമ്മം എന്നൊരു പത്രം ഇറക്കുകയുണ്ടായി. 1924 മുതൽ അതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പത്രാധിപരായിട്ടിരുന്നത് നടരാജഗുരുവും ഈ മൂർക്കോത്തുകുമാരനുമാണ്. ഗുരുദേവന്റെ ഇന്ന് നമ്മൾ കാണുന്ന ആ സംഭാഷണങ്ങളെല്ലാം ഏറെക്കുറെ സമാഹരിക്കപ്പെട്ടത് ഈ ധർമ്മം പത്രത്തിലൂടെയാണ്. ഈ സമാഹരിക്കുന്ന ഗുരുദേവനെ കുറിച്ചുള്ള നുറുങ്ങുകളും സംഭവങ്ങളും സരസംഭാഷണങ്ങളും സാരോപദേശങ്ങളും എല്ലാം ഈ കടലാസിൽ എഴുതി കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കും.
ഇത് ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ ഊണിനിരിക്കുമ്പോഴായിരിക്കും എല്ലാവരും ഒന്നിച്ചേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം കുമാരൻ മാസ്റ്ററുടെ ചോദ്യം ഇടയ്ക്കുണ്ടാവും, കുട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ആദ്യം കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. പിന്നെ മനസ്സിലായി ഇത് തങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അച്ഛൻ ചെയ്തു വെക്കുന്ന ഓരോ ആഴ്ചയിലും. എന്നിട്ടത് മാറുകയാണ് പുതിയ തൊട്ടിക്കുക. ഓർത്തു നോക്കൂ, എത്ര നല്ലൊരു സമീപനമാണ്. നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച്? അങ്ങനെ ഗുരുദേവനെ കുറിച്ച് സമഗ്രമായ ഒരു ചിത്രം അവർ പോലും മെനക്കെട്ടിരുന്ന് പഠിക്കാതെ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ആ ഗുരുഭക്തിയിൽ ആണ്ടുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ജീവിതമെന്നും മനസ്സിലാക്കേണ്ടതാണ്. മൂർക്കോത്തുകുമാരൻ്റെ ആ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോടുള്ള ബന്ധം, അപ്പം അദ്ദേഹം SNDP യോഗത്തിൻ്റെ പല വിശേഷാൽ യോഗങ്ങളിലും വളരെ മാനനീയമായ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഗുരുദേവൻ പലവട്ടം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. സ്വാമി തൃപ്പാദങ്ങളെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും തൃപ്പാദങ്ങളുടെ ഹിതം എന്തെന്ന് നോക്കിക്കൊണ്ട് വേണം തീരുമാനിക്കാനെന്ന ഉറച്ച നിലപാടെടുത്ത ഒരാളാണ്. ഒരുപക്ഷേ ഈ കുമാരനാശാനും മൂർക്കോത്ത് കുമാരനുമില്ലെങ്കിൽ, അന്ന് കുമാരനാശാന്റെ പേര് കൂടി എടുത്തു പറയണം. SNDP യോഗത്തിൽ അന്നത്തെ ഒരു പരിതസ്ഥിതി വെച്ച് ഒരു മതം മാറ്റത്തിനുള്ള ഒരു പ്രമേയം TK മാധവനാണ് അവതരിപ്പിച്ചത്. അത് ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയ്ക്കായിരുന്നു. ഈഴവർ ക്രിസ്തുമതം സ്വീകരിക്കുക. SNDP യോഗത്തിന്റെ ഒരു വാർഷികത്തിൽ അത് അവതരിപ്പിക്കുന്നെന്ന് ഓർക്കണം. 2 പേരാണ് അതിനെ വെട്ടിയത്. അതിൽ കുമാരനാശാനാണ് അതിനെ എതിരെ ശക്തമായിട്ട് പ്രതിരോധിച്ചു നിന്നത്. അതിൻ്റെ പ്രേരണ നൽകിയത് മൂർക്കോത്ത് കുമാരനാണ്. കാരണം മൂർക്കോത്ത് കുമാരൻ അന്ന് ആ യോഗത്തിന് എത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ മൂർക്കോത്ത് കുമാരൻ എഴുതിയൊരു കാര്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം ക്രിസ്ത്യാനികളായി തീരാം, പക്ഷേ എക്കാലവും അവശ ക്രിസ്ത്യാനികൾ ആയിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിം ആകാം, പക്ഷേ അവശ്യ മുസ്ലിമായിട്ട് കഴിയാനായിരിക്കും നമ്മുടെ ദുർയോഗം. അപ്പോൾ ആ അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തരുത് എന്ന്. ഏതാണ്ട് അതേ നിലപാട് തന്നെ ഈ 2 കുമാരന്മാരും ഒന്നിച്ചു ചേർന്ന് എടുത്തപ്പോഴാണ്. അത് മാത്രമല്ല, ഒറ്റ കാര്യത്തിലാണ് എല്ലാവരും പിൻവാങ്ങിപ്പോയത്. സ്വാമി തൃപ്പാദങ്ങൾ നമുക്കുള്ളപ്പോൾ, നമ്മുടെ എല്ലാം വഴിയും വഴികാട്ടിയായിരിക്കുന്ന സ്വാമി തൃപ്പാദങ്ങൾ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിക്കാതെ ഈ ഒരു കാര്യത്തിൽ, വിശ്വാസപരമായ മതപരമായ ഒരു കാര്യത്തിൽ നാം തീരുമാനമെടുത്തുകൂടാ എന്ന് പറഞ്ഞതിനെ മറികടക്കാൻ ആർക്കും, അല്ലെങ്കിൽ മതം മാറുമോ കൂട്ടം മതപരിവർത്തനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായിരുന്നാലും അന്ന് ആ പ്രമേയം പാസ്സാകാതെ പോയത്, അവതരിപ്പിക്കാൻ പോലും സാധിക്കാതെ പോയത് ഈ 2 കുമാരന്മാരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ്. ആ പുണ്യാത്മാവിൻ്റെ ധന്യ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുറന്നും ഒരാഴ്ചക്കാലം അദ്ദേഹത്തിൻ്റെ ഇനിയും നമ്മൾ ശ്രദ്ധിക്കാത്ത പല പല രംഗങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന രീതിയിലുള്ള കുറിപ്പുകളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. എത്ര